الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما فقطع أمعاءهم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് നമുക്കെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു തആല നമുക്ക് അവന്റെ ബറക്കത്തുകളെ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ ഒരു ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും വിഷമവും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. പടച്ചറബ് അവർക്കെല്ലാം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശിഷ്ട പലസ്തീനിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നാം നിർവഹിക്കുന്ന തുച്ഛമായ പോരായ്മകൾ നിറഞ്ഞ നമ്മുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫള് കൊണ്ട് പരിപൂർണമായ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാൻ 6ാമത്തെ നോമ്പിലാണ്
നാം ഇന്ന് ഉള്ളത് അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഒന്നാമത്തെ വെള്ളിയാഴ്ചയുമാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മളിങ്ങനെ ഈ കൂടിയ ചൂടുകാലത്തും പകൽ ദൈർഘ്യമുള്ള സീസണായിട്ടുമൊക്കെ അല്പം പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിലും നമ്മളൊക്കെ നോമ്പെടുക്കുന്നത്? 13 മണിക്കൂറിലേറെയാണ് ഇപ്പോൾ പകൽ സമയമുള്ളത്. എന്നിട്ടും ക്ഷീണം വകവെക്കാതെ, ചൂടിനെ വകവെക്കാതെ പടച്ച റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിക്കുന്നു എന്ന ആ ഒരു മനസ്സോടുകൂടി നമ്മളൊക്കെ നോമ്പെടുക്കുന്നു. അൽഹംദുലില്ലാഹ്, റബ്ബ് കബൂലാക്കുമാറാവട്ടെ. കഴിവിന് പരമാവധി പള്ളികളിൽ തന്നെ വന്നുകൊണ്ട് ജമാഅത്ത് മുടങ്ങാതെ നിർവഹിക്കുവാനും ഈ ദിവസങ്ങൾ പ്രത്യേകമായി നമ്മളൊക്കെ ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. അതിനിടയിൽ ദീനീ പഠന സംരംഭങ്ങളും ക്ലാസുകളും രാത്രി നിസ്കാരവും കുറെയൊക്കെ ദാനധർമ്മങ്ങളും ദിക്റുകളും ഖുർആൻ പാരായണവും എല്ലാം ആയി ഈ ദിവസങ്ങളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ? കേവലമായ ഒരു താവഴിയായി ചെയ്തു പോരുന്ന, നാടൊന്നാകെ ആ വഴിക്ക് നീങ്ങുമ്പോൾ നമ്മളും അങ്ങനെ പോകുന്നുവെന്ന ഒരു ഒഴുക്കിന്റെ കൂടെ തുഴയാതെ നീന്താൻ പറ്റുമെന്ന ആ ഒരു തത്വമായി കൂടാ ഇതിന് പിന്നിൽ നമുക്കുള്ളത്. എല്ലാവർക്കും നോമ്പാണ്, അതുകൊണ്ട് എനിക്കും നോമ്പ്. എല്ലാവരും അങ്ങനെയാണ്, അപ്പൊ ഞാനും അങ്ങനെ എന്ന് കേവലം ഒരു ആളുകളെ കൂടെ കൂടി മാത്രം ചെയ്യുന്ന ഒന്നല്ല. എല്ലാവരും അങ്ങനെയാണ് എന്നത് അൽഹംദുലില്ലാഹ് നമുക്ക് ഒരു ആശ്വാസമാണ്, ഇബാദത്തുകൾക്കൊരു ആനന്ദം കൂടിയാണ്. യഥാർത്ഥത്തിൽ എത്ര ചെറിയ അമലാണെങ്കിലും വലിയ അമലാണെങ്കിലും അതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് പാരത്രികമായ വിജയമാണ്. അല്ലാഹു തആല വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച വർണ്ണിക്കാൻ കഴിയാത്ത വിശാലമായ സ്വർഗലോകം, ആ സ്വർഗമാണ് നമ്മുടെ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലുമൊക്കെ ആ സ്വർഗത്തിന്റെ സുഖാനന്ദം, അതിന്റെ സവിശേഷതകൾ ധാരാളമായി വർണ്ണിക്കപ്പെടുന്നുണ്ട്. പറയാൻ കഴിയാത്ത വിധമുള്ള അത്രയേറെ വലിയ നന്മയുടെ, സന്തോഷത്തിന്റെ കേന്ദ്രമായിട്ടാണ് അല്ലാഹു തആല സ്വർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സ്വർഗമാണ് സഹോദരങ്ങളെ നാം ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ പ്രത്യേകത. മൻ ദഖലഹാ യഅനി അൽ ജന്ന യൻഅം ലാ യയഅസ് ലാ തുലാ സിയാമുഹും വലാ യഫ്നാ ശബാബുഹും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഹദീസാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ അവിടെ എന്നും സുഖം മാത്രമാണ്, നിരാശ എന്നത് ഉണ്ടാവുകയില്ല. ആ സ്വർഗത്തിൽ ഒരു വസ്ത്രം നുരുമ്പുകയില്ല, യുവത്വം കുറയുകയില്ല. എന്നും ഒരേ പ്രായത്തിൽ ഒരേ ആവേശത്തിലാണ് സ്വർഗത്തിലുണ്ടാവുക. ദുനിയാവിൽ അങ്ങനെയല്ല. ഇന്ന് ആശ്വാസമാണെങ്കിൽ നാളെ ക്ഷീണമായിരിക്കും. ഇന്ന് യുവത്വമാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ പ്രായമായി മാറും. എന്നാൽ സ്വർഗത്തിലായ അവരുടെ ആ ശബാബ്, യുവത്വം അത് അവസാനിക്കുകയില്ല. ഒരേ പ്രായത്തിലെ ആകാരത്തിലായി എന്നും ഉണ്ടാകുന്ന ലോകമാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മറിയമിൽ പറഞ്ഞു. അവർക്ക് അവിടെ ഏത് സമയത്തും ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന എന്തുമുണ്ട് എന്നാണ്. ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. അവിടെ എന്താണോ ഇച്ഛിക്കുന്നത്, എന്താണോ കണ്ണിന് ആനന്ദമേകുന്നത്, അതെല്ലാം അവിടെയുണ്ട്. വഅൻതും ഫീഹാ ഖാലിദൂൻ. നിങ്ങളത് ശാശ്വതരാണ്,
നിത്യവാസികൾ. പിന്നീട് മരണമില്ല, രോഗമില്ല, ക്ഷീണമില്ല, അതിൽ നിന്ന് ഒരു മാറിപ്പോകുന്ന നിരാശയുണ്ടാകുന്ന, അതല്ലെങ്കിൽ മടുപ്പുണ്ടാകുന്ന സാഹചര്യമില്ല എന്നാണ്. സ്വർഗീയമായ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ആ സ്വർഗീയ സ്ത്രീകൾ അവരുടെ ഒരാളെങ്ങാനും ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ ആ സ്വർഗീയ സ്ത്രീയുടെ സുഗന്ധം കൊണ്ട് ദുനിയാവ് നിറയാൻ മാത്രം അത് മതി എന്നാണ്. അവിടെ സൗന്ദര്യമുള്ള പ്രഭ സൂര്യന്റെ പ്രഭയേക്കാളേറെ വലിയതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അവർക്ക് ഇണകളായി സ്ത്രീകളെ നാം നിശ്ചയിച്ചു നൽകുമെന്ന് സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. ദുനിയാവിലുണ്ടായിരുന്ന ഭാര്യമാർ, ദുനിയാവിലെ സ്ത്രീകൾ, അവർ അല്ലാഹു തആല പ്രത്യേകമായി അവിടെ എല്ലാ അഴിബുകളെയും ഇല്ലാതാക്കി ഈ ഹൂരികളെക്കാളും അത്യുന്നതമായ നിലവാരത്തിലേക്ക് അവരെ മാറ്റുമെന്നാണ്. ഇന്ന അൻശൈനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബ യസ്ഹാബുൽ യമീൻ എന്ന് സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ദുനിയാവിൽ കൂടെയുണ്ടായിരുന്ന സ്ത്രീകളെ കുറിച്ചാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അതേപോലെ സ്വർഗ്ഗത്തിലെ അരുവികൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ധാരാളം അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഓതി വെച്ച ആയത്ത് മസലുൽ ജന്നത്തിൽ മുഅ്മിനൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗ്ഗത്തിന്റെ ഉപമ ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറുൻ മിൻ ലബൻ ലം യതഗയ്യർ തഅമു വഅൻഹാറുൻ മിൻ ഖംറിൻ ലല്ലത്തുൻ ലിശാരിബിൻ. തേനിന്റെ അരുവിയാണ്, മദ്യത്തിന്റെ അരുവിയാണ്, എന്നാൽ അതിന് രുചിക്ക് മാറ്റമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ദുനിയാവിലുള്ളതുപോലെ ഒരു കുറവുകൾ അത് മുഖേന വരാനില്ല. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ തരം പഴവർഗ്ഗങ്ങളും അവർക്ക് ഇവിടെയുണ്ട്. അതെല്ലാം പുറമെ വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, റഹ്മാനായ റബ്ബിന്റെ മഗ്ഫിറത്തും അവർക്ക് ലഭിക്കാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് പരിചയപ്പെടുത്തിയത്. സ്വർഗത്തിന്റെ വിശാലത വർണ്ണിക്കാനാവില്ല. അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ് എന്നാണ്. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗത്തിന്റെ വിശാലത എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച് പോലും പ്രവാചകൻ പഠിപ്പിച്ചത് ആ മരത്തിന്റെ തണലിലൂടെ 100 കൊല്ലം സഞ്ചരിച്ചാലും കടന്നു പോകാത്ത, മുറിച്ചു കിടക്കാത്ത അത്രമേൽ വിശാലമാണ് സ്വർഗത്തിന്റെ മരങ്ങൾ എന്ന് പോലും ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ അവിടുത്തെ ഓരോന്നും പ്രത്യേകമായി വിശുദ്ധ ഖുർആനിൽ ഹദീസുകളിൽ എല്ലാം നമുക്ക് കാണാം. 8 കവാടങ്ങൾ സ്വർഗത്തിലുണ്ട് എന്നും ആ ഓരോ കവാടത്തിലും പ്രത്യേകമായ അഹലുകാരുണ്ട് എന്നും അവർ വരുമ്പോഴേക്ക് അവ സ്വാഗതം ചെയ്യപ്പെടുമെന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുപോലെ ആ സ്വർഗത്തിന്റെ മണ്ണ് അതുപോലെ മിസ്കാണ്, മിസ്കുൻ, സ്വർഗത്തിന്റെ മണ്ണ് മിസ്കാണ്, കസ്തൂരിയാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതിന്റെ ഓരോ രംഗത്തും അതിന്റെ സുഗന്ധം പോലും ഏത് ഭാഗത്തേക്ക് മരിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗത്തിൽ പൊതുവെ ഉള്ളത് എന്നാണ്. വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, അവിടെ നഗ്നതയുണ്ടാകുന്നില്ല, തലവേദന പോലുമില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. ഒരു തലവേദന പോലും അനുഭവപ്പെടുന്നില്ല അവർക്ക്. അവിടെ ഒരു ചീത്ത വാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, ആക്ഷേപങ്ങൾ പോലുമില്ല. ഒരു അനാവശ്യമായ വാക്ക് പോലും കേൾക്കേണ്ടി വരുന്നില്ല. ഒരു കളവാക്ക് അവിടെയില്ല. കുറ്റപ്പെടുത്തൽ പോലും അവിടെ കേൾക്കേണ്ടി വരിക ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആർക്കും ഇഷ്ടമില്ലാത്തതാണ് കുറ്റപ്പെടുത്തൽ, നമ്മെ ആക്ഷേപിക്കൽ, അതുപോലുമില്ലാത്ത സലാം 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 എന്ന സമാധാനം എന്നല്ലാതെ മറ്റൊന്നുമില്ല അവിടെ കേൾക്കാവതല്ല എന്നാണ്. ആ നിലയ്ക്ക് മലമൂത്ര വിസർജനമില്ല, കഫമില്ല, തുപ്പലില്ല എന്നൊക്കെ ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സുഖം മാത്രമുള്ള, ആനന്ദം മാത്രമുള്ള ഒരു ലോകം. സ്വർണത്തിന്റെ പാത്രങ്ങൾ, വെള്ളിയുടെ പാത്രങ്ങൾ, പട്ടിന്റെ പാത്രങ്ങൾ, ചാരു കസേരകൾ, സോഫകൾ എല്ലാം ആ നിലയ്ക്ക്
പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. കൊട്ടാരം സമാനമായ വീടുകൾ, പവിഴത്തിന്റെ കൊട്ടാരങ്ങൾ, ഉള്ളും പുറവും ഒരേപോലെ കാണപ്പെടാവുന്ന പവിഴ കൊട്ടാരങ്ങളൊക്കെ ഹദീസ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നു. ഒറ്റവാക്കിൽ നബിതങ്ങൾ പറഞ്ഞു, ഒരു കണ്ണും കാണാത്തതാണ്, ഒരു കാതും കേൾക്കാത്തതാണ്, ഒരാളുടെ മനസ്സിലും സങ്കല്പിക്കുക പോലും ചെയ്യാത്തതാണ് സ്വർഗത്തിലുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി അതേക്കുറിച്ച് പറഞ്ഞത്. ദുനിയാവിൽ നമ്മൾ കണ്ട ഒന്നും സ്വർഗത്തിലില്ല എന്നർത്ഥം. നമ്മൾ കേട്ട ഒന്നും സ്വർഗത്തിലില്ല. ഒരു കണ്ണും കാണാത്തതാണ് അവിടെയുള്ളത്, ഒരു കാതും കേൾക്കാത്തതാണ് അവിടെയുള്ളത്. കഴിഞ്ഞില്ല, ഒരാളുടെ മനസ്സിലും സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്തതാണ് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് ഇവൻ തയ്യാറാക്കുമെന്ന് അല്ല പറയുന്നു. നബിതങ്ങൾ പറയാ, എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ഒരു കാതും കേട്ടില്ലാത്ത കാര്യങ്ങൾ, ഒരാളുടെയും മനസ്സിൽ സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നുവെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. ഏത് നബിതങ്ങൾ അതിന് തെളിവെന്നോളം ഖുർആനിലെ ആയത്ത് ഓതിക്കൊടുത്തു. ഒരാൾക്ക് പറയുകയില്ല റബ്ബ് അവിടെ ഒരുക്കി വെച്ച ഖുർറത്തു അയ്യുൻ, കൺകുളിർമയായി റബ്ബ് ഒരുക്കി വെച്ചത് എന്താണ് എന്ന് ഒരാൾക്ക് അറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്ത് ഓതിക്കൊണ്ട് അതിൽ ബലപ്പെടുത്തി പറയുകയാണ്. സഹോദരങ്ങളെ, ആ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഒരു മുന്തിരിക്കുല ദുനിയാവിലേക്ക് ലഭിച്ചാൽ ദുനിയാവ് എത്ര കാലം ബാക്കിയുണ്ടാകുമോ അത്രയും കാലം എല്ലാവർക്കും ഭക്ഷിക്കാൻ അത് മതിയാകുമെന്നാണ്. ഒരു മുന്തിരിക്കുല ഈ ദുനിയാവിലേക്ക് കിട്ടിയാൽ ഈ ദുനിയാവ് അവസാനിക്കുന്നവരെ എല്ലാവർക്കും ഭക്ഷിക്കാൻ അത് മതി. അവരൊക്കെ ഭക്ഷിച്ചാലും അവസാനിക്കാത്തതാണ്. അതാണ് സ്വർഗത്തിന്റെ വിശാലത എന്നാണ്. ഒരു സ്വർഗീയ സ്ത്രീ ദുനിയാവിലേക്ക് നോക്കിയാൽ അവളുടെ പ്രഭ സൂര്യന്റെ പ്രഭയേക്കാൾ അങ്ങേയറ്റമാണ് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ഈ സ്വർഗലോകമാണ് സഹോദരങ്ങളെ. ഈ നോമ്പ് കൊണ്ട്, ഈ നിസ്കാരം കൊണ്ട്, ഈ ന്യായ ജീവിതം കൊണ്ട്, തൗഹീദ് സ്വീകരിക്കുക വഴി, സുന്നത്ത് സ്വീകരിക്കുക വഴി, ജീവിതത്തെ അടുക്കും ചിട്ടയും പാലിക്കുക വഴി നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് പഠിച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്ര വലിയ ലക്ഷ്യത്തിലാണ് ഈ അമലുകളിൽ മുഴുകേണ്ടത് എന്നർത്ഥം. അതല്ലാതെ ഇതൊരു കേവലമായ കാട്ടിക്കൂട്ടലായി ആർക്കോ വേണ്ടി ചെയ്യുന്ന കാര്യമായി ലക്ഷ്യമില്ലാത്തതായി പോയാൽ നമ്മളെക്കാൾ നട്ടക്കാർ മറ്റാരുണ്ട്? പഴി പറഞ്ഞു, ആക്ഷേപിച്ചു, നോമ്പിനെ കുറ്റപ്പെടുത്തിയും കിടന്നുറങ്ങിയും അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ നോമ്പ് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നല്ല ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നത്. ഇത്ര വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്കാണ് എന്റെ റബ്ബ് വിളിക്കുന്നത്. ആ സ്വർഗത്തിന്റെ യോഗ്യത തെളിയിക്കാനാണ് എന്നോട് ഈമാൻ സ്വീകരിക്കാൻ പറഞ്ഞത്. സ്വർഗം അല്ലാഹു തആല ഫ്രീയായി കൊടുക്കുകയാണ്. നമ്മളെ അമലിനൊക്കെ പകരമായി നൽകാൻ മാത്രമൊന്നുമല്ല ആ സ്വർഗമുള്ളത്. നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അലാ ഇന്ന സല്ലല്ലാഹി വാലിയ, അലാ ഇന്ന സല്ലല്ലാഹിൽ ജന്ന. അറിയണേ, സ്വർഗമെന്ന റബ്ബിന്റെ വിഭവം അത് അമൂല്യമാണ്. അതിന് മൂല്യം കണക്കാക്കാൻ കഴിയുകയില്ല. നമ്മൾ സാധുക്കളായ നമ്മുടെ ഈ നിസ്കാരം കൊണ്ട്, നമ്മുടെ ഈ പോരായ്മകൾ നിറഞ്ഞ അമല് കൊണ്ട് അതിനൊക്കെ പകരമായി നൽകാൻ മാത്രം വിലയില്ലാത്ത ഒന്നുമല്ല സ്വർഗം എന്നത്. അത് അമൂല്യമാണ്. ആ സ്വർഗം പടച്ച റബ്ബ് അവന്റെ ഔദാര്യമായി, ദാനമായി, ഫളലായി, റഹ്മത്തായി പടച്ച റബ്ബ് നൽകുകയാണ് സ്വർഗം എന്നത്. പക്ഷെ ആ ഫ്രീ കിട്ടാനുള്ള യോഗ്യത അതാണ് ഈമാനും അമൽ സ്വാലിഹാത്തും. വിശ്വാസമുണ്ടെങ്കിൽ, അമൽ സ്വാലിഹുണ്ടെങ്കിൽ പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്നു. ആ തൃപ്തിപ്പെട്ടാൽ റബ്ബിന്റെ വകയായ ഔദാര്യമായ അല്ലാഹു തആല സ്വർഗം നൽകുന്നുവെന്നാണ് നബിതങ്ങൾ പറഞ്ഞു. ഒരാളും തന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹാബിമാർ ചോദിച്ചു, നബിയെ നിങ്ങളോ? ഇല്ല, ഞാനും ഇല്ല. വലാ അന, ഞാനും എന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ അമലിന്റെ ആധിക്യം കൊണ്ട് എനിക്കും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ്. നമ്മുടെ അമല് അതിന് പകരമല്ല എന്നർത്ഥം. അതുകൊണ്ട് ആ സ്വർഗം ആഗ്രഹിക്കുന്നു. പഠിച്ച റബ്ബിന്റെ മുമ്പിൽ, അവനുടെ മുമ്പിൽ നമ്മുടെ യോഗ്യത നാം ബോധ്യപ്പെട്ട റബ്ബെ നീ പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണ്. നീ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കും.
ഈ ഭക്ഷണം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കും. നീ നിസ്കരിക്കാൻ പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കും. നീ കുമ്പിടാൻ പറഞ്ഞാൽ റുക്കൂ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ റുക്കൂ ചെയ്യും. നീ സുജൂദിലേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ സുജൂദിലേക്ക് പോകും. നീ ഇന്ന വേഷം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. ഇന്നൊക്കെ ചെയ്യാൻ പാടില്ല, ഇന്നത് കാണാൻ പാടില്ല, ഇന്നത് കേൾക്കാൻ പാടില്ല എന്ന് നീ കൽപ്പിച്ചാൽ, നിന്റെ പ്രവാചകൻ വഴി നീ അറിയിച്ചാൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ആ സ്വർഗം കിട്ടിയാലും മതി. അതാണ് എന്റെ ആഗ്രഹമെന്ന് പടച്ച റബ്ബിനെ ബോധ്യപ്പെടുത്തുക സഹോദരങ്ങളെ. ഇതിലൂടെ ചെയ്യേണ്ടത് ആ ഈമാൻ സംരക്ഷിക്കണം, ആ അഅ്മാലുകൾ സംരക്ഷിക്കണം. അവിടെ ശിർക്കിന്റെ പിന്നാലെ പോയി, ഖുറാഫാത്തുകളുടെ പിന്നാലെ പോയി, അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി, എല്ലാ തിന്മയും എല്ലാ തോന്നിവാസങ്ങളും നോമ്പുകാരനായിട്ട് പോലും അനാവശ്യങ്ങളുടെ പിന്നാലെ പോയി, എല്ലാ ഹറാമും കണ്ട് എല്ലാ തോന്നിവാസങ്ങളും മുഴുകി സമയം കൊല്ലി പകൽ സമയത്ത് തൽക്കാലം ഭക്ഷണം കഴിച്ചില്ല എന്ന് മാത്രമാണെങ്കിൽ അല്ലാഹ്ക്ക് ആവശ്യമില്ല എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞത്. മല്ലം യദൽ ഖൗല الزൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഇലാ അൻ യദ്അ തആമഹു വശറാബഹു. തെറ്റായ വാക്കുകളും തെറ്റായ പ്രവൃത്തികളും ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ ഭക്ഷണവും പാനീയവും ഒഴിവാക്കണമെന്ന് അല്ലാഹ്ക്കൊരു ആവശ്യമില്ല. എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്നർത്ഥം. നബി ഞങ്ങൾ പറഞ്ഞു കം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്രയെത്ര നോമ്പുകാരാണുള്ളത്, ആ നോമ്പ് കൊണ്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ വിശന്നുവെന്നല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. വിശപ്പുണ്ടായവർക്ക് ഭക്ഷണം കഴിച്ചില്ല, പള്ള വിശന്നു, ഇതിനപ്പുറത്ത് പ്രത്യേകിച്ച് അവർക്ക് കിട്ടിയിട്ടില്ല. അത്തരം നോമ്പുകാർ എത്രയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ അങ്ങനെ ഭാഗ്യം കെട്ടവരായി മാറാൻ പാടില്ല. ഈ സ്വർഗം ലഭിക്കണം സഹോദരന്മാരെ. ഇന്ന് മരിച്ചാലും ആ യാത്ര സ്വർഗത്തിലേക്കാകണം. നോമ്പുകാരനായി മരിച്ചാൽ ഭാഗ്യമാണ്, അമലിലായിക്കൊണ്ട് മരിച്ചാൽ ഭാഗ്യമാണ്, നല്ല മനസ്സിന്റെ അക്ഷരമാണ്. സ്വാലിഹായ അമലിൽ മുഴുകിയിരിക്കെ മരിക്കുക എന്നത് എപ്പോ മരിച്ചാലും എവിടുന്ന് മരിച്ചാലും ആ യാത്ര സ്വർഗത്തിലേക്കാകണം. അല്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ഈ പകല് ഈ വലിയ ചൂടിന് 13 മണിക്കൂർ ഭക്ഷണപാനീയം ഒഴിവാക്കി അല്ലാഹ്ക്ക് വേണ്ടി ഒരു അമലിൽ മുഴുകിയിട്ട് നമുക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കാൾ നഷ്ടക്കാരെ മറ്റാരാണ്? അത് കഴിഞ്ഞ് രാത്രി പള്ളി വന്ന് ദീർഘമായി നിസ്കരിക്കുന്നു, ഉറക്കമൊഴിവാക്കുന്നു, ക്ഷീണമുണ്ട്, കിടക്കാൻ ആഗ്രഹമുണ്ട്, എന്നാലും ശരി ആ നിസ്കാരത്തിന് വേണ്ടി ഭക്ഷണം പോലും നിയന്ത്രിച്ച് കാര്യങ്ങൾക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ആ നിസ്കാരത്തിൽ എത്തിപ്പെടുന്നു. ഇതെന്തിനാണ്? സ്വർഗം കിട്ടാനാണ്. നിയ്യത്ത് ശരിയില്ലാത്തത് കൊണ്ട്, അമൽ ശരിയില്ലാത്തത് കൊണ്ട്, വിശ്വാസം ശരിയില്ലാത്തത് കൊണ്ട് ഇതെല്ലാം നിഷ്ഫലമായി പോയാൽ നമ്മെക്കാൾ നഷ്ടക്കാർ മറ്റാരുണ്ടാകും? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന വചനമാണ് ഹദീസുൽ വാശിയ എന്ന് പറയുന്ന ആ സുഖവാശിയിലൂടെ നമ്മൾ പറഞ്ഞുവല്ലോ, അധ്വാനിച്ച് ക്ഷീണിച്ചു വരുന്ന ആളുകൾ പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയിൽ കിടന്ന് അവർ വെന്തെരിയുമെന്നാണ് അല്ലാഹ് പഠിപ്പിച്ചത്. പടച്ചവർക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ചെയ്യുന്ന അമൽ സഹോദരൻ അല്ലാഹ്ക്ക് വേണ്ടിയാകണം, സ്വർഗത്തിന് വേണ്ടിയാകണം, പരലോകത്തിന് വേണ്ടിയാകണം. ആരെങ്കിലും കാണിക്കാനല്ല, ആളുകൾക്ക് വേണ്ടിയല്ല, ബോധ്യപ്പെടുത്താനല്ല, പേരിനും പെരുമക്കും വേണ്ടിയല്ല, എല്ലാവരും മുന്നിൽ മാന്യനായി കഴിഞ്ഞുകൂടാൻ വേണ്ടിയല്ല, ഐഹികമായ ഭൗതികമായ തുച്ഛമായ ചെറിയ ചെറിയ അജണ്ടകൾക്ക് വേണ്ടി ഇത്ര വലിയൊരു മഹത്വത്തെ നഷ്ടപ്പെടുത്തിക്കൂടാ. സ്വർഗം കിട്ടണം, ആ സ്വർഗത്തിൽ കാലുകുത്തണം. നബിതങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് കുത്താൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ ദുനിയാവും അതിനെ മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ് എന്നാണ്. ദുനിയാവ് മൊത്തം കിട്ടിയാൽ എത്രയാണ് സഹോദരങ്ങളെ? അതിലേറെ ഖൈറാണ് ഒരു ചാട്ടവാറ് കുത്തിച്ചാരി വെക്കാൻ സ്വർഗത്തിൽ സ്ഥലം കിട്ടുകയാണെങ്കിൽ അതാണ് ദുനിയാവും അതിനെ മുഴുവനും ലഭിക്കുന്നതിനേക്കാളും ഖൈറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സ്വർഗം കിട്ടിയേ പറ്റൂ. ആ നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഇതെന്റെ സ്വർഗത്തിനെ ബാധിക്കുമോ? ഏത് വിശ്വാസം സ്വീകരിക്കുമ്പോഴും ഈ വിശ്വാസം എന്റെ സ്വർഗത്തിനെ ബാധിക്കുമോ? ഈ കർമ്മം എന്റെ സ്വർഗത്തിനെ ബാധിക്കുമോ? ഞാനിത് കണ്ടാൽ, ഞാനിത് കേട്ടാൽ, ഞാനിത് പറഞ്ഞാൽ എന്റെ സ്വർഗം നഷ്ടപ്പെടുമോ? നരകത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന ചിന്തയാകണം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് തഖ്വയോടെ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീകളായി മുവഹ്ഹിദുകളായി ജീവിക്കാൻ പരിശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുന്നത്. സഹോദരങ്ങളുടെ ദുനിയാവിലെ ജീവിതം നൈമിഷികമാണ്. ഇന്ന് വൈകുന്നേരമാകുമോ എന്ന് പോലും നമുക്ക് ആർക്കും യാതൊരു ഉറപ്പുമില്ല. നടക്കുന്നതിനിടയിൽ മരിച്ചു വീഴുന്ന വാർത്തകൾ ധാരാളമായി നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ അതേ പ്രായമുള്ളവർ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, നമ്മുടെ മക്കളുടെ പ്രായം പോലും ഇല്ലാത്തവർ എല്ലാം നമ്മുടെ കുടുംബത്തിൽ, ചുറ്റുപാടുകളിൽ, നാട്ടിൽ എല്ലാം മരണത്തിന് കീഴടങ്ങും. മരണത്തിന് പ്രായം തടസ്സമല്ല എന്നാണ് കവി പറയുന്നുണ്ട്. സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എത്ര ആരോഗ്യവാന്മാരാണ്, ഒരു അസുഖവുമില്ലാതെ മരണപ്പെട്ടു പോയി. എത്ര രോഗികളാണ് പിന്നെയും ഒരുപാട് കാലം അവരങ്ങനെ ജീവിച്ച് തള്ളിയത്. എല്ലാവരും അങ്ങനെ നേരം പുലരുന്നു. അവന് കഫൻ തുണി പോലും ഇവിടെ തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവനത് അറിയുന്നില്ല എന്നാണ്. ഒരുപക്ഷെ ടെക്സ്റ്റൈൽസിലെ കഫൻ തുണിയിൽ അടുത്ത സെറ്റ് വാങ്ങുന്നത് എനിക്ക് വേണ്ടിയായിരിക്കാം, നമ്മിൽ ആർക്കെങ്കിലും വേണ്ടി ആയിരിക്കാം. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മളൊക്കെ അവിടെ പോയി പലർക്ക് വേണ്ടിയും വാങ്ങിയതാണ്. പക്ഷെ ഇതിന് പക്ഷേ ഓടിച്ചെന്ന് ഒരു കഫൻ തുണി സെറ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മിൽ ആർക്കെങ്കിലും വേണ്ടി ആയിക്കൂടായികയില്ല. അത്രയും ദൈർഘ്യമുള്ള കാര്യമാണ് മരണം. നൈമിഷികമാണ് ഈ ലോക ജീവിതം. ആ യാത്ര നഷ്ടമായാൽ പിന്നെ തിരുത്താൻ കഴിയാത്ത നഷ്ടമാണ്. എത്ര വലിയ ബിസിനസ് പൊളിഞ്ഞാലും ഒരു പക്ഷെ വീണ്ടും അത് റീകവർ ചെയ്തു പോരാൻ പറ്റിയേക്കാം. മക്കൾ മരണപ്പെട്ടാലും വീണ്ടും ഒരു പക്ഷെ ചില മക്കളെ തന്നേക്കാം. ഭാര്യമാർ മരിച്ചാൽ, ഭർത്താക്കന്മാർ മരിച്ചാൽ പകരം ഒരു പക്ഷെ മറ്റു സംവിധാനം അല്ലാഹു തആല നൽകിയേക്കാം. വീട് അടക്കം വിറ്റുപോയി വാടക വീട്ടിലേക്ക് മാറിയാലും ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഒരു വീട് വെക്കാൻ സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ പരലോകം നഷ്ടമാണെങ്കിൽ പിന്നെ തിരിച്ചു പിടിക്കാൻ യാതൊരു മാർഗവുമില്ല. നോമ്പുകാരനായി പള്ളിയിലിരിക്കുമ്പോ നമ്മൾ ആലോചിക്കുമ്പോ ഇന്ന് ഞാൻ മരിച്ചാൽ എന്താണ് എന്റെ കൈവശമുള്ളത്? ആ റബ്ബിലേക്കുള്ള യാത്ര ഇന്നാണെങ്കിൽ എന്റെ കൈവശം എന്തുണ്ട്? അല്ലാഹു പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലുൽ അൽബാബ്. യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങളെ നിങ്ങൾ ശേഖരിക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ഏറ്റവും ഖൈറായ യാത്രാ വിഭവം തഖ്വയാകുന്നു. ആ യാത്രക്കുള്ള വിഭവം കൈവശം വേണം. ഏത് യാത്രക്കും വിഭവങ്ങൾ ഒരുക്കാറുണ്ട്, പെട്ടിക്കെട്ടാറുണ്ട്, വിസ എടുക്കാറുണ്ട്, ടിക്കറ്റ് എടുക്കാറുണ്ട്, വാഹനം ബുക്ക് ചെയ്യാറുണ്ട്. ഈ യാത്രക്ക് എന്താണ് കൈവശമുള്ളത്? പാഥേയമായി, യാത്രാ വിഭവമായി എന്താണ് കൈവശമുള്ളത് എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഇന്ന് യാത്ര പോവുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുമോ, അതല്ല ഭയാനകമായ നരകാഗ്നിയിലേക്കാണോ ചെന്ന് ചാടേണ്ടി വരിക? ശിർക്ക് ജീവിതത്തിലുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? അത് റബ്ബിനോട് പൊറുക്കലെത്തിയിട്ടുണ്ടോ? അള്ളാഹു പുറത്തു വന്ന് സമാധാനിക്കാൻ മാത്രം നമുക്കൊരു സമാധാനം അക്കാര്യത്തിലുണ്ടോ? ഹറാമുകൾ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഇപ്പോഴും പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ജീവിതം? കൈക്കൂലി വാങ്ങി കൊള്ളലാഭം ഉണ്ടാക്കി എല്ലാ അധികം ആളുകളെ പറ്റിച്ചും തട്ടിപ്പും നടത്തിയുമൊക്കെയാണ് സമ്പാദ്യം ഉണ്ടായത്. താമസിക്കുന്ന വീട് ഹറാമായ സമ്പാദത്തിനാൽ ഉണ്ടാക്കിയെടുത്ത വീടാണ്. വാങ്ങിയ വാഹനം ഹറാമായ വഴിയുണ്ടായ വാഹനമാണ്. കഴിക്കുന്ന ഭക്ഷണം പോലും ഹറാമായ ഭക്ഷണമാണ്. ധരിച്ച വസ്ത്രം പോലും ന്യായമായി അധ്വാനിച്ച പണമല്ല. എങ്കിൽ സഹോദരങ്ങളെ, നോമ്പ് നോറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഭാഗം ക്ലിയറാക്കാതെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി.
അന്യായമായ സമ്പത്തിനാൽ മുളച്ചു വന്ന ശരീരഭാഗങ്ങൾ നരകമാണത് ഏറ്റവും അർഹമായത് എന്നാണ്. ഇത് സ്വർഗത്തിലേക്ക് പറ്റില്ല. എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. അന്യായമായ സമ്പാദ്യത്തിനുണ്ടായ ശരീരം, മാംസം അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ആ ഹദീസിന്റെ ആശയം. നമ്മൾ നോമ്പ് നോറ്റു സ്വർഗത്തിന് വേണ്ടി, തറാവീഹ് നിസ്കാരത്തിൽ വന്നു സ്വർഗത്തിന് വേണ്ടി. പക്ഷേ പലിശയിൽ മുങ്ങിക്കുളിച്ചാണ് ജീവിതം മുഴുവനും. സമ്പാദ്യം മുഴുവൻ ഹറാമായതാണ്. ആൾക്കാരെ പറ്റിച്ചും കളവ് പറഞ്ഞു തട്ടിപ്പ് നടത്തിയും എല്ലാമാണ് ജീവിതത്തിൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയെങ്കിൽ ഒന്നും പ്രയോജനമില്ല. ഹറാമാണ് ബോധ്യമുണ്ടെങ്കിൽ ആ ഹറാമെന്ന് മുക്തമായി പടച്ചിറപ്പോട് പൊറുക്കല്ല തേടിക്കൊണ്ട് ഇന്നൊരു പക്ഷെ യാത്ര പോകേണ്ടി വന്നേക്കാമെന്ന ആ തിരിച്ചറിവുണ്ടാവുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. സഹോദരങ്ങൾ, ഗൗരവമാണ് കാര്യം. യാത്ര നിർബന്ധമാണെങ്കിൽ ആ യാത്രയ്ക്ക് ഒരുങ്ങിയേ പറ്റൂ. ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ സമാധാനത്തിന് അങ്ങനെ വിചാരിക്കാം. പക്ഷേ വിചാരിച്ചത് കൊണ്ട് ഇല്ലാതാവുകയില്ല. അതൊക്കെ എപ്പോഴാ, അതൊക്കെ എന്നാ, അവിടെ ചെല്ലുമ്പല്ലേ എന്നൊക്കെ ഒരുപക്ഷെ തൽക്കാലം സമാധാനിക്കാൻ വേണ്ടി, നമ്മളെല്ലാ തിന്മയും നിലർത്തി പോകാൻ വേണ്ടിയൊക്കെ തൽക്കാലം സമാധാനപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റിയേക്കാം. നമ്മൾ വിചാരിച്ചതുകൊണ്ട് ഇല്ലാതാവുകയില്ല. നാളെ നേരം വിളിക്കുമെന്ന് സത്യമാണെങ്കിൽ, ഇന്ന് സൂര്യൻ അസ്തമിക്കുമെന്ന് സത്യമാണെങ്കിൽ, അതിനേക്കാളും വലിയ സത്യമാണ് നാം മരിക്കുമെന്നതും മരിച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വരുമെന്നതും. എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ വരും, അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ചോദ്യമുണ്ടാകും. ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളും അവിടെ പരസ്യമായോ രഹസ്യമായോ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. ഏടുകൾ കൈകളിൽ നൽകും. വായിക്കാൻ പറയും, വായിക്കേണ്ടി വരും. കാതിൽ ചെരുപ്പില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ശരീരാക്രമണം ചെയ്യപ്പെട്ടിട്ടില്ല. ആ അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ എല്ലാവരും വിളിക്കും. നബിതങ്ങൾ പറഞ്ഞു, എല്ലാവരും വരും. അവർ കാലിൽ ചെരുപ്പില്ലാത്തവരായി, നഗ്നരായിക്കൊണ്ട്, ശരീരാക്രമണം ചെയ്യപ്പെടാത്തവരായിക്കൊണ്ട് എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ വരുമെന്നാണ് അല്ലാഹ് പറയും. ആദ്യ തവണ നാം നിങ്ങൾ സൃഷ്ടിച്ചതുപോലെ നിങ്ങളെ എല്ലാവരും ഒറ്റക്കൊറ്റക്കായി വന്നിരിക്കുന്നത്. കൂടെ ആരുമില്ല. നേതാക്കന്മാർ കൂടെയില്ല, അനുയായികൾ കൂടെയില്ല, ഖാദിമീങ്ങൾ കൂടെയില്ല, ആരെയും ഭർത്താവും മക്കളും ഉമ്മയും ബാപ്പയും ആരും ആരുടെയും കൂടെയില്ല. നിങ്ങൾ ആ ഒറ്റക്കിലാ വന്നിരിക്കുന്നു എന്റെ മുമ്പിലേക്ക്. എല്ലാരും ഒറ്റക്കാണ്, എല്ലാരും ഒന്നിച്ചുണ്ടെങ്കിലും ആരും ഒന്നിച്ചല്ല, എല്ലാരും ഒറ്റക്ക. നഫ്സി 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 നഫ്സി, എന്റെ കാര്യം എന്റെ കാര്യം എന്നാണ് അമ്പിയാക്കളെ പോലും പറയുന്നതെങ്കിൽ സഹോദരങ്ങളെ, സത്യമാണ് ആ ലോകം. അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലും നമ്മൾ. ഒരുപക്ഷെ ഇന്ന് ആ യാത്ര പോകേണ്ടി വരും. ഇന്ന് പോയാൽ എന്തുണ്ട് കൈവശം വിഭവമായിക്കൊണ്ട്? തൗഹീദ് ഉണ്ടോ ജീവിതത്തിൽ? അല്ല, ശിർക്കിലാണോ? റമദാൻ മാസം നോമ്പ് നോക്കുകൊണ്ട് പോലും ജാരങ്ങളിൽ പോയി അബ്രാളിയോട് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു അല്ലാത്തവരെ കൈനീട്ടുന്ന ശിർക്കിന്റെ രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. എല്ലാ അന്ധവിശ്വാസവും പേറുന്ന മനുഷ്യന്മാരുണ്ട്. ആർക്കോ വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, കഹലുകമത്തിക്ക് വേണ്ടി, കാര്യക്ക് വേണ്ടി, കാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി അല്ലാഹുവിനെ മറികടന്നുകൊണ്ട് ശിർക്കിന്റെ വഴിക്ക് പോകുന്ന മനുഷ്യന്മാർ സഹോദരൻ ചെയ്തു പോകാൻ പാടില്ല. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഹറാം സ്വീകരിക്കുന്ന മനുഷ്യന്മാർ, മക്കളെ പഠിപ്പിക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് പലിശക്കെടുത്ത മനുഷ്യന്മാർ, താമസിക്കാൻ വീട് വെക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് പലിശ പോയാൽ സഹോദരന്മാരെ, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാണ് നമുക്കൊരു വീട്? നമ്മുടെ സ്വന്തം നഷ്ടപ്പെടുത്തിയത് എന്തിനാണ് നമുക്കൊരു വാഹനം വേണ്ടെന്ന് വെക്കാം, വിറ്റൊഴിവാക്കി ബസ്സിൽ കയറി യാത്ര ചെയ്താൽ സഹോദരങ്ങളെ അതല്ലേ ലാഭം? ചെറിയ പൈസ വെച്ച് ബാക്കിയെല്ലാം ലോണിട്ടിട്ട് മാസാമാസം പലിശയും കൊടുത്ത് വലിയ രാജകീയമായ വാഹനം യാത്ര ചെയ്തുകൊണ്ട് എന്ത് കാര്യമുണ്ട്? ഈ യാത്ര നരകത്തിലേക്കാണ് എങ്കിൽ വലിയ വീട് വെച്ചു, എല്ലാ സൗകര്യവും ഒരുക്കി, ആർക്കും വന്ന് കാണാൻ മാത്രം എല്ലാ സൗകര്യവും പ്രൗഢിയുമുണ്ട്, എല്ലാം ലോണാണ്, ആധാരമടക്കം പണയത്തിലാണ്, ബാങ്കിലാണ്. ഈ സഹോദരന്മാരെ, ആ കുടുംബനാഥന് സ്വർഗത്ത് പോകാൻ കഴിയില്ല, സംശയമൊന്നും വേണ്ട. അതൊക്കെ രക്ഷപ്പെട്ട്, അതൊക്കെ മുക്തമാക്കി എനിക്കെന്റെ സ്വർഗമാണ് പ്രധാനം, മറ്റെന്തിനേക്കാളേറെ സ്വർഗം കിട്ടിയേ പറ്റൂവെന്ന ആ നിശ്ചയദാർഢ്യം, ആ തീരുമാനം ഉണ്ടായേ പറ്റൂ. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്, നരകത്തിൽ അകറ്റപ്പെട്ടത്, അവനാണ് വിജയിച്ചത് തീർച്ച എന്നാണ് അല്ലാഹു തആല
ഉറപ്പിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന സഹോദരങ്ങളെ, ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. മാറണം നമ്മൾ, മാറ്റണം നമ്മൾ. എവിടെയാണോ തിരുത്തേണ്ടത്, എന്താണോ മാറേണ്ടത്, അവിടെ തിരുത്താൻ, മാറാൻ നമ്മൾ തയ്യാറാകണം. ആ തയ്യാറില്ലാതെ നമ്മളെ നോമ്പൊഴിക്കുന്നുണ്ട്, പള്ളി വരുന്നുണ്ട്, അതോട് മാത്രം സഹോദരങ്ങളെ കാര്യമായില്ല. വിവരങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരുപാട് യാത്ര ചെയ്ത മനുഷ്യനാണ്, ഒരുപാട് ദൂരം താണ്ടിയവനാണ്, മുടിയൊക്കെ ജടകുത്തിയവനാണ്, പൊടി പിടിച്ചവനാണ്. എന്നിട്ട് അവൻ ആകാശത്തെ കയ്യും നീട്ടി യാ റബ്ബി യാ റബ്ബി എന്നങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ കുടിക്കുന്ന പാനീയം ഹറാമാണ്. ഹറാമിൽ ഊട്ടപ്പെട്ടവനാണവൻ. എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്നാണ്. പള്ളി വന്നിരുന്ന് കയ്യും നീട്ടി തേങ്ങി തേങ്ങി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എല്ലാം ഹറാമിൽ മുങ്ങി കുടിച്ചവനാണെങ്കിൽ ഈ പ്രാർത്ഥന പോലും സ്വീകാര്യമല്ല എന്നാണ് ഈ ഹദീസിന്റെ ആശയം. സഹോദരങ്ങളുടെ മാറ്റത്തിന് തയ്യാറാവുക. ഇന്ന് മരിക്കുമെന്ന് നമ്മളെപ്പറ്റി നമ്മൾ വിചാരിക്കാം. ഇന്ന് മരിക്കും, ഇന്നെന്റെ വീട്ടിലേക്ക് ആളുകൾ വരും, ഇന്നെന്നെ കുളിപ്പിക്കും, എന്നെ കൊണ്ടുപോകും, എന്നെ മറവ് ചെയ്യും, പിന്നെ ഞാൻ മാത്രമാണ്, പിന്നെ എന്റെ ഈ വീട് എനിക്കില്ല, ഈ മക്കൾ കൂടെയില്ല, ഈ ഭാര്യയും ഭർത്താവും കൂടെയില്ല. അവർക്ക് വേണ്ടിയാണ് ഹറാമ് ചെയ്തത്. അവർക്ക് തിന്നാൻ കൊടുക്കാനും അവർക്ക് വേണ്ട സൗകര്യം കൊടുക്കാനുമാണ് കൈക്കൂലി വാങ്ങിയത്, കൊള്ളലാഭം ഉണ്ടാക്കിയത്, കള്ളത്തരം ചെയ്തത്, തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത്. അവർക്ക് നമ്മളെ കൊണ്ടുപോയി മറവ് ചെയ്ത് തിരിച്ചു പോരുമ്പോ നമ്മളായി, നമ്മുടെ അമലായി ഞങ്ങൾ പറഞ്ഞു മയ്യത്തിന്റെ കൂടെ 3 കാര്യം പോകുമെന്നാണ്. 2 എണ്ണം മടങ്ങും, 1 ബാക്കിയാകും. അവരുടെ കുടുംബം കൂടെ പോകും, അവരുടെ സമ്പത്ത് കൂടെ പോകും, അവരുടെ അമല് കൂടെ പോകും. ആര് മരിച്ചാലും അങ്ങനെയാകും, നമ്മളൊക്കെ ഒന്നിച്ചു പോകും. എല്ലാവരും മയ്യത്തിനെ കൂടെ പോകും, വീട്ടിലെത്തും. ആ മയ്യത്തെടുക്കുമ്പോ മയ്യത്തിന് പിന്നാലെ അങ്ങനെ എല്ലാവരും ചെല്ലും. ഏതുവരെ ചെല്ലും? പള്ളിപ്പറമ്പ് വരെ, ഖബർസ്ഥാൻ വരെ. അവിടെ പോയി മറവ് ചെയ്ത് ഏറി വന്നാൽ തസ്ബീഹ് നിൽക്കും, അല്ലെങ്കിൽ മുമ്പേ പോലും. അതും കഴിഞ്ഞാലോ പിന്നെ പോരുകയാണ്. എത്ര വലിയ സ്നേഹമുള്ള മകനാണെങ്കിലും, എത്ര വലിയ സ്നേഹമുള്ള പാപ്പയാണെങ്കിലും പിന്നെ നിൽക്കുന്നില്ല, അവന് പോരുകയാണ്. 2 എണ്ണം മടങ്ങും. അവന്റെ സമ്പത്ത് തിരിച്ചു പോരും, അവന്റെ കുടുംബം തിരിച്ചു പോരും, കൂടെ മയ്യത്തിന്റെ മേലറ്റ ഒരു തുണി പോലും അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരും, പിന്നെ അവിടെ വെക്കുന്നില്ല. പൊതിഞ്ഞ പായ പോലും തിരിച്ചു കൊണ്ടുവരികയാണ്, പിന്നെ അവിടെ വെക്കുന്നില്ല. കുടുംബം മടങ്ങുകയാണ്. അമല് മാത്രം ബാക്കിയാകും. എല്ലാവരും പോയി, അവനും അവൻ അമലും മാത്രമായി ആ ഖബറിൽ കിടക്കും. ഒരുപക്ഷെ ഇന്ന് നോമ്പുകൾക്ക് മുമ്പ് നമ്മൾ ഖബറിലേക്ക് എത്തിക്കൂടെയില്ല. നമ്മുടെ അമലാണ് കൂടെയുണ്ടാവുക. എല്ലാവരും ഓടിയെത്തും, മെസ്സേജ് പാസ് ചെയ്യും, എല്ലാവരും വരും. ഏറി വന്നാൽ ഒന്നുകിൽ വീട്ടിൽ വന്ന മയ്യത്തും കണ്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ നിസ്കരിച്ചു പോകും. ഏറി വന്ന മയ്യത്തിന്റെ കൂടെ പോകും പള്ളിപ്പറമ്പ് വരെ. അവിടെ കൊണ്ടുപോയി മറവും ചെയ്ത് എല്ലാവരും പോയി, നമ്മളായി, നമ്മുടെ അമലായി. ഇന്നങ്ങനെ പോകേണ്ടി വന്നാൽ സഹോദരങ്ങൾ, ആ ഖബറിൽ കൂട്ടിന് എന്ത് അമലാണ് നമുക്കുള്ളത്? ഖബറിൽ അമല് വരുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. നല്ല അമലാണെങ്കിൽ ഒരു നല്ല രൂപത്തിൽ അമൽ അവിടെ വരും. അന അമലുക, ഞാൻ എന്റെ അമലാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അമലുണ്ടാകുമെന്നാണ്. അതെല്ലാം തോന്നിവാസിയായ ജീവിതമാണ് എങ്കിൽ, അവന്റെ ജീവിതം മോശമാണ് എങ്കിൽ, ഏറ്റവും മോശമായ രൂപം പ്രാപിച്ചുകൊണ്ട് ആ അമലയുടെ വരും അവനെ പ്രയാസപ്പെടുത്താൻ, അവനെ വിഷമിപ്പിക്കാൻ ഞാൻ എന്റെ അമലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അമല് മുഴുതാകുമെന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു. സഹോദരങ്ങൾ, രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം, അതിൽ കുറഞ്ഞൊന്നുമില്ല, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ആ സ്വർഗത്തെ ബാധിക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ എനിക്ക് പ്രധാനം എന്റെ പരലോകമാണ്, എന്റെ സ്വർഗമാണ് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. പടച്ചവൻ നമുക്കെല്ലാം സ്വർഗം നൽകാൻ അനുഗ്രഹിക്കും. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നൽകി സാധുക്കളായ ദുർബലമായ നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്യുന്ന പോരായ്മകൾ നിറഞ്ഞ തുച്ഛമായ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്വായ ഫള് കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ച് പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അപ്പൊ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا
واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا من النار يا أرحم الراحمين. اللهم ادخلنا الجنة وأعذنا من النار يا رب العالمين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.